എനിക്കൊരു പുതുമ തോന്നിയത് ഞാനിതിനകത്ത് ലോറി ഡ്രൈവറാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ലോറി ഓടിക്കുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. അതാണ് പറയാൻ പറ്റാത്തത്. നമ്മളൊരു ടീസർ റിലീസായാൽ പോലും അല്ലെങ്കിൽ ഒരു ട്രെയിലർ റിലീസായാൽ പോലും അത് കാണുന്ന പ്രേക്ഷകൻ ആ സിനിമയെക്കുറിച്ച് അവനൊരു കഥയുണ്ടാക്കും. പണ്ട് ടി വിയിലാണ് ഇൻ്റർവ്യൂ. ഒരു സിനിമയുടെ പ്രൊമോഷൻ വന്നാൽ ടി വിയിലാണ് ഇൻ്റർവ്യൂ. പിന്നെ ടി വിയിലല്ല ഇൻ്റർവ്യൂ, സോഷ്യൽ മീഡിയയിലാണ് ഇൻ്റർവ്യൂ. അത് കാലഘട്ടത്തിൻ്റെ മാറ്റമാണ്. അപ്പോൾ ആ മാറ്റത്തിനൊപ്പം നമ്മൾ സഞ്ചരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ശുക്രനിലെ മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ള നസീർക്കാണ് നമ്മോടൊപ്പം ചേരുന്നത്. അപ്പോൾ നമുക്ക് സിനിമയിലെ മറ്റു വിഷയം നമ്മൾ ചോദിച്ചറിയാം. നസീർക്ക, നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു സിനിമയുടെ പരിപാടി? എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ജേണി? നല്ല എക്സ്പീരിയൻസ് ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് എനിക്കൊരു പുതുമ തോന്നിയത് ഞാനിതിനകത്ത് ലോറി ഡ്രൈവറാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ലോറി ഓടിക്കുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അത് അത്യാവശ്യം ഓടിച്ച് തന്നെ എടുത്തു. വിക്രമൻ എന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. ഞാനൊരു ഫാമിലി മാനാണ്, ഭാര്യയും കുട്ടിയൊക്കെ ഉള്ള ഒരു എൻ്റെ ലോറിയിലെ ഒരു എന്താ പറയുക, കിളി എന്നൊക്കെ പറയാവുന്നൊരു ക്യാരക്ടറാണ് ബിബിൻ ചെയ്യുന്ന ക്യാരക്ടർ. ഞാനൊരു അനിയനെ പോലെ അല്ലെങ്കിൽ ഒരു മകനെ പോലെയൊക്കെ കൂടെ കൊണ്ട് നടക്കുന്ന ഒരു ക്യാരക്ടറാണ്. വളരെ ഇമോഷണൽ കണക്റ്റഡായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഞങ്ങളുടെ രണ്ടുപേരും. അതാണ് എൻ്റെ ഈ ഇതിലത്തെ കഥാപാത്രം എന്ന് പറയുന്നത്. ശരി. അപ്പം എനിക്ക് പോസ്റ്ററൊക്കെ കണ്ടപ്പോഴെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു രൂപമൊക്കെ വെച്ചിട്ട് ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള ഭയങ്കര ഹ്യൂമർ ഉള്ള ഒരു പരിപാടി. അല്ലല്ല, അങ്ങനത്തെ അല്ല, അങ്ങനെയല്ലല്ലോ. ഇത് ഫാമിലി ഓറിയൻറ്റഡ് സിനിമ തന്നെയാണ്. എന്നാൽ അത്യാവശ്യം ചെറിയ ചെറിയ തമാശകളുണ്ട്, പാട്ടുകളുണ്ട്, എല്ലാം ചേർന്നൊരു ഫാമിലി പാക്കഡായിട്ടുള്ളൊരു സിനിമയാണ്. ഫൈറ്റും ഒക്കെ അത്യാവശ്യം എല്ലാം ഉള്ളൊരു സിനിമയാണ്. എന്നാലും ഇതൊരു ഫാമിലി ഓറിയൻറ്റഡ് സിനിമ തന്നെ ആയിരിക്കും ഇത്. അതെ അതെ. എന്താണ് അൾട്ടിമേറ്റ്ലി ഇതിൻ്റെ ഒരു കഥ എന്ന് പറയുന്ന സംഭവം എന്തായിരിക്കും? അതാണ് പറയാൻ പറ്റാത്തത്. അങ്ങനെയല്ല, ഒരു വൺ ലൈൻ പോലെ അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് അല്ല, അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ അതിൻ്റെ അകത്തൊരു ഒരു സംഭവം ഉണ്ട്. ആ സംഭവമാണ് ഈ കഥയെ മുമ്പോട്ട് നയിക്കുന്നത്. നമുക്കത് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. ശുക്രൻ എന്ന് പറഞ്ഞാൽ അതൊരു എന്താ പറയുക, പോസിറ്റീവായിട്ടുള്ളൊരു വേർഡാണ് അല്ലേ? നമ്മൾ അങ്ങനെയാണല്ലോ പറഞ്ഞത്. അതെല്ലാം ശുക്രൻ ഉണ്ടാവട്ടെ, ശുക്രൻ അടിക്കട്ടെ എന്നൊക്കെ പറയില്ലേ. എന്ന് പറയുന്ന പോലെ ഈ സിനിമയിലെ കഥാപാത്രത്തിന് ഒരു നല്ലത് വരുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ശുക്രൻ. അങ്ങനെ ലൈഫിൽ അങ്ങനെ ഒരു ശുക്രൻ അടിച്ചിട്ടുള്ള ഒരു സമയം ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് ഞാൻ വന്ന കാലം തൊട്ട് എനിക്ക് ശുക്രൻ അടിച്ചിട്ടുള്ളതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ, എന്നെ സംബന്ധിച്ചിടത്തോളം. പുറമേ നിന്നുള്ള കാഴ്ചക്കാരിൽ ചിലപ്പോൾ അവർക്കത് എത്രത്തോളം ഫീൽ ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല. ഞാൻ മിമിക്രിയിൽ വന്ന കാലം തൊട്ട് എനിക്ക് നിറയെ പ്രോഗ്രാമുകളുള്ള ആളായിരുന്നു, നിറയെ യാത്രകൾ ചെയ്തിട്ടുള്ള ആളാണ്. സിനിമയിൽ വന്നപ്പോഴും എനിക്ക് അന്ന് തൊട്ട് 95 തൊട്ട് ഞാൻ സിനിമയിൽ വരുന്ന കാലം തൊട്ട് ഈ 2026 വരെ ഞാൻ സിനിമകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ശുക്രനാണ്. എനിക്ക് എൻ്റെ ലൈഫിൽ ശുക്രനാണ് അതൊക്കെ. സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ സിനിമയിൽ ഇപ്പം കോമ്പിനേഷൻ സീൻസ് ഷൈൻ ചേട്ടനൊക്കെ കോമ്പിനേഷൻ സീനുകളൊക്കെ ഉണ്ടായിരുന്നു. ഷൈനുമായിട്ട് എനിക്കിതിൽ കോമ്പിനേഷൻ ഇല്ല. എൻ്റെ കോമ്പിനേഷൻ മുഴുവനും ബിബിൻ ജോർജുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ. അത് ഞങ്ങളുടെ ഒരു വേറൊരു പാർട്ട് തന്നെയാണ്. ബിബിനാണ് പിന്നെ അവരുമൊക്കെ ആയിട്ടുള്ള ഒരു കോംബോ. അതായത് അവർ സുഹൃത്തുക്കളാണ്, സിനിമയിൽ തന്നെ സുഹൃത്തുക്കളായിട്ടാണ് അഭിനയിക്കുന്നത്. ഞാൻ ആ ഏരിയയിലോട്ടില്ല ശരിക്കും. എൻ്റെ ഒരു വേറെ റൂട്ടാണ്. എല്ലാവരും പറയുന്നത് ഇപ്പോൾ ഷൈൻ ചേട്ടൻ ഇതിനൊരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കഥാപാത്രമായിട്ടാണ് വരുന്നത്. അപ്പം എന്താണ് ഒരു ത്രില്ലർ പോലത്തെ ഒരു സാധനം അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ പോലത്തെ ഒരു സംഭവം ഒളിഞ്ഞു കിടക്കും? ഒക്കെ ഉണ്ട്, അതെല്ലാം ഉണ്ടെന്നേ ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ ഒരു കഥ പറയാൻ ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. എപ്പോഴും അങ്ങനെയുള്ള ഒരു സംഭവത്തിൽ നമ്മൾ എങ്ങനെ കഥ പറഞ്ഞു വന്നാലും ഇതിലോട്ട് കയറേണ്ടി വരും. അപ്പോൾ അതൊരു സസ്പെൻസ് ആയിട്ട് നിൽക്കട്ടെ. ഒന്നും പറയാനും വയ്യ എന്നാ. അല്ല, കഥ നമ്മൾ പറയാണ്ടിരിക്കണമെന്നല്ല. നമ്മൾ ഇപ്പം ഈ ഞാൻ പറയണത്, നമ്മളൊരു ടീസർ റിലീസായാൽ പോലും അല്ലെങ്കിൽ ഒരു ട്രെയിലർ റിലീസായാൽ പോലും അത് കാണുന്ന പ്രേക്ഷകൻ ആ സിനിമയെക്കുറിച്ച് അവനൊരു കഥയുണ്ടാക്കും അല്ലേ? നമ്മളങ്ങനെയല്ലേ? ഒരു ടീസറും അല്ലെങ്കിൽ ട്രെയിലർ കണ്ടാൽ, ഇപ്പോൾ ഒരു പോസ്റ്റർ കണ്ടപ്പോൾ ചോദിച്ചില്ലേ ഇതൊരു ഫണ്ണാണെന്ന് ചോദിച്ചില്ല. അത് നമ്മളെയൊക്കെ ഒരുമിച്ച് ഈ പോസ്റ്ററിൽ കണ്ടപ്പോഴാണ് നിങ്ങൾക്ക് അത് തോന്നുന്നത്. ചിലപ്പോൾ ഇത് ഫണ്ണായിരിക്കും, കാര്യം ഞങ്ങളത് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് ഇത് ഫണ്ണായിരിക്കും തോന്നുന്നത്. പക്ഷേ അങ്ങനെ ആയിരിക്കില്ല. അപ്പോൾ ഒരു ബ്ലാങ്ക് പേപ്പർ പോലെയുള്ളൊരു മനസ്സുമായിട്ട് വന്നിരുന്ന് സിനിമ കാണുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ വിശ്വാസം. ഈ ഇപ്പോൾ പറഞ്ഞ ട്രെയിലറിലും ടീസറിലും ആളുകൾക്ക് എക്സ്പെക്ടേഷൻ കൊടുക്കുന്ന ആ ഒരു പരിപാടി ഉണ്ടല്ലോ, അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചില കേസുകൾ ദോഷം ചെയ്യുമെന്ന് തോന്നിയിട്ടുണ്ടോ? അതിൽ ചിലപ്പോൾ ആളുകൾ അത്രയും പ്രതീക്ഷിച്ചിട്ട് സിനിമ കാണുമ്പം ഉണ്ട് ചില കട്ടിങ്സ്, ചില സിനിമയുടെ കട്ടിങ്സും അതിൻ്റെ ടീസറും ട്രെയിലറൊക്കെ കാണുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ വേറെ രീതിയിൽ ഹൈപ്പിലേക്കൊക്കെ ചിലതിനെ ഇമാജിൻ ചെയ്യും. പക്ഷേ സിനിമയിൽ ചിലപ്പോൾ അത്ര ഉണ്ടായെന്ന് വരില്ല. അതിൻ്റെ ഏതോ ഒരു പോർഷൻസ് എല്ലാം കൂടെ കട്ട് ചെയ്തിട്ടായിരിക്കും ഇവർ ടീസറായിട്ട് കാണിക്കുന്നത്. എന്തിനാണ് ഇതൊക്കെ കാണിക്കുന്നത്? എന്തിനാണ്? പ്രേക്ഷകരെ ആകർഷിക്കുക, അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, തിയേറ്ററിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ട്. അത്രയേ ഉള്ളൂ അതിന്.
അല്ലാതെ അതിൻ്റെ അകത്തൂടെ കഥ പറഞ്ഞാൽ പോയി. ഇപ്പം മിക്ക പറഞ്ഞ പോലെ ഇപ്പം 95 മുതലേ സിനിമയിലുണ്ട്. അപ്പം അന്ന് കാലത്തൊന്നും ഇത്തരത്തിലുള്ള ടീസറുകളോ ട്രെയിലറുകളോ ഒന്നും ഇല്ല. അപ്പം ആ ഒരു പ്രൊമോഷൻ്റെ ഒരു പരിപാടികളെ ഇന്ന് കംപ്ലീറ്റ്ലി മാറി. ഈ ഒരു ട്രാൻസിഷനെ എങ്ങനെ നോക്കി കണ്ടിട്ടുണ്ട്? കാലഘട്ടത്തിൻ്റെ മാറ്റമല്ലേ. പണ്ട് പാട്ട് പാടുന്നൊരു കുറച്ച് പേര്, അഭിനയിക്കുന്നൊരു കുറച്ച് പേര്, ഡാൻസ് ചെയ്യുന്ന കുറച്ച് പേരെന്നൊക്കെയായിരുന്നു. ഇന്നിപ്പോൾ അതാണോ? ഇന്നിപ്പോൾ എല്ലാവരും പാടും, എല്ലാവരും ഡാൻസ് ചെയ്യും, എല്ലാവരും അഭിനയിക്കും, എല്ലാവരും വരയ്ക്കും എന്നൊക്കെ പറഞ്ഞൊരു അവസ്ഥയുണ്ട്. കാരണം മൊബൈൽ ഫോൺ വന്നതോടുകൂടി അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് വന്നതോടുകൂടി വീട്ടിലിരിക്കുന്ന, അതായത് തങ്ങളുടെ കഴിവുകൾ അസ്തമിച്ചു പോയി അല്ലെങ്കിൽ നല്ലൊരു കാലത്ത് അതൊന്നും ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ലാതെ വിഷമിച്ചിരുന്ന ഒരുപാട് പേർക്ക് അവരുടെ പ്രതിഭയെ പുറലോകത്തേക്ക് കാണിക്കാൻ പറ്റുന്നൊരു മീഡിയയും കൂടിയാണ്. അത്രയും മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്നിപ്പോൾ ടി വിയിൽ ഞാനൊരു ഇൻ്റർവ്യൂ കൊടുത്തിട്ട് കാലങ്ങളായി കാണും. പണ്ട് ടി വിയിലാണ് ഇൻ്റർവ്യൂ. ഒരു സിനിമയുടെ പ്രൊമോഷൻ വന്നാൽ ടി വിയിലാണ് ഇൻ്റർവ്യൂ. പിന്നെ ടി വിയിലല്ല ഇൻ്റർവ്യൂ, ഇന്ന് സോഷ്യൽ മീഡിയയിലാണ് ഇൻ്റർവ്യൂ. അത് കാലഘട്ടത്തിൻ്റെ മാറ്റമാണ്. അപ്പോൾ ആ മാറ്റത്തിനൊപ്പം നമ്മൾ സഞ്ചരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം ഈ ഒരു വലിയൊരു മാറ്റം എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്കിപ്പം ഇക്കാടെ ഒരു വലിയൊരു മാറ്റം വന്നിട്ടുള്ള ഒരു കഥാപാത്രം എനിക്ക് റോഷാക്കിലെ കഥാപാത്രം എനിക്ക് പെട്ടെന്ന് ഓർമ്മ. അപ്പം അത് പർപ്പസ്ഫുള്ളി അങ്ങനെ ചിന്തിച്ചെടുത്താണ് ഞാൻ ഇനി കുറച്ച് ഈ എൻ്റെ ആ ഒരു സ്റ്റീരിയോ ടൈപ്പ് ഒന്ന് ബ്രേക്ക് ചെയ്യണം എന്ന് തോന്നി എടുത്താണോ അതോ അല്ല? ഇല്ല. അത് നമ്മൾ ഒരു കാര്യത്തെ വളരെ സിൻസിയറായിട്ട് സമീപിക്കുമ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ മറ്റാരും അറിയുന്നുണ്ടാവില്ല. നമ്മൾ ഈ പ്രകൃതിയും അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്ന ആ ഒരു ശക്തിയുമായിട്ടുള്ള ഒരു കണക്ഷനിൽ കൂടെ നടക്കുന്ന ഒരു പ്രോസസ്സിംഗ് ഉണ്ടല്ലോ. നമ്മൾ പണിയെടുക്കുന്നതിലും മറ്റു പലരും കാണുന്നുണ്ടാവില്ല. പക്ഷേ ഇത് പ്രകൃതി കാണുന്നുണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിനൊരു ഏതെങ്കിലും ഒരു കാലത്ത് ആ പ്രകൃതി നമുക്ക് തിരിച്ചൊരു മറുപടി തരും. അതാണ് റോഷാക്ക്. തുടക്കം മുതലേ ആഗ്രഹമുണ്ട് ഇത്തരം? ഉണ്ട്, ഒരുപാട് ആഗ്രഹമുണ്ട്. ഞാൻ അതിൻ്റെ ഇടയ്ക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ. ഇപ്പോൾ ബാബൂട്ടിയുടെ നാമത്തിൽ എന്ന് പറയുന്ന മമ്മൂക്ക രഞ്ജിത്ത് സാറൊക്കെ സിനിമയിൽ ഞാൻ അതിനകത്ത് 2-3 സീനുള്ളൊരു ക്യാരക്ടറാണ്. പക്ഷേ അതൊരു ഇത്തിരി ഡെപ്തുള്ള ക്യാരക്ടറായിരുന്നു ആ സമയത്ത്. അതല്ലാണ്ട് ഇതിനു മുമ്പ് വേറെ 1-2 പടങ്ങളൊക്കെ അങ്ങനത്തെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതല്ലാതെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ഡിഫറൻറ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് കിട്ടിയത് റോഷാക്ക് തൊട്ട് ഇങ്ങോട്ടായിരിക്കും. വാഴയും പിന്നെ തലവനും ഒക്കെ ആയിരിക്കും കിട്ടിയെന്നുള്ളത്. അപ്പം ഇനി മുമ്പോട്ടും നമുക്ക് അത്തരം കഥാപാത്രങ്ങളാണ് നമുക്ക് ഇങ്ങനെ കൂടുതൽ? അങ്ങനെയല്ല, ഞാനൊരു നടനാണ്. ഒരു നടൻ എന്ന് പറഞ്ഞാൽ ഇന്നത് ചെയ്യുമെന്ന് വാശി പിടിച്ചാൽ നമുക്ക് ഈ ഫീൽഡിൽ നിൽക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് എൻ്റെ ഏജ്, എൻ്റെ രൂപം ഒക്കെ എനിക്ക് പലതിനും ഘടകമാണ്. അപ്പോൾ നമ്മൾ അച്ഛനാകാനോ അമ്മാവനാകാനോ അളിയനാകാനോ അതിനൊന്നും നമുക്ക് വിഷയമല്ല. അതൊന്നും എന്നെ ബാധിക്കുന്ന, എൻ്റെ ഇമേജിനെ ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് ഞാൻ എടുത്തിട്ടേ ഇല്ല. ഞാനതെല്ലാം ഒരു നല്ല കഥാപാത്രമായിട്ടാണ് കാണാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് രീതിയിൽ വരും. എന്തായാലും സിനിമ കാണാൻ വരുന്ന ശുക്രൻ സിനിമ കാണാൻ വരുന്ന പ്രേക്ഷകരോട് എന്തായിരിക്കും പറയാനുള്ളത്? ഒരു ബ്ലാങ്ക് ആയിട്ടുള്ളൊരു മനസ്സുമായിട്ട് വരിക. തെറ്റില്ലാത്തൊരു ഫാമിലി പടമായിരിക്കും ഇത്. നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും. അങ്ങനെ മുൻവിധിയോടുകൂടി വരാതിരിക്കുക എന്നുള്ളതാണ്. ഇതിന് ഒരുപാട് അവകാശവാദങ്ങളൊന്നും ഞാൻ പറയില്ല. ഇതൊരു ചെറിയ പടം തന്നെയാണ്. പക്ഷേ എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു കഥയുണ്ട്, എൻ്റർടൈനറാണ്. അങ്ങനെ വരിക, ഇത് കാണുക, വിജയിപ്പിക്കുക. താങ്ക് യു. ഓക്കെ മോനെ. താങ്ക് യു.